ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. റമദാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാകുമെന്ന വിശ്വാസത്തിൽ നിരവധി പേർ ജുമാ നമസ്കാരത്തിനെത്തി. മുള്ളൂർക്കര ടൗൺ പള്ളിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനായി എത്തിയത്. പള്ളിക്കകത്തും പുറത്തുമായി നിസ്കാരം നിർവഹിച്ചു. റമദാൻ മാസത്തിലെ അവസാനത്തെ 10 പള്ളികളിൽ ഇത്തികാഹ് ഇരിക്കുകയും ചെയ്തു. ഇനിയുള്ള രാവിലെയാണ് ലൈലത്തുൽ ഖദർ ലഭിക്കുക. ജുമാ നമസ്കാരത്തിന് പള്ളി ഖത്തീഫ് അഷ്റഫ് ദാരിമി താഴേക്കോട് നേതൃത്വം നൽകി. പ്രത്യേക ദുവയും നടത്തി. പള്ളി പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ, സെക്രട്ടറി ഉമ്മർ, ട്രഷറർ CKM ഷംസുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ വിടമറയിലേക്ക് അടുത്തു വരികയാണ്. ഈ റമദാനിലെ അവസാനത്തെ 10 എന്ന് പറയപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പാപമോചനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും എല്ലാം 10 നിർണയിക്കപ്പെട്ട അവസാന 10 വെള്ളിയാഴ്ചയിൽ ജുമാ കഴിഞ്ഞിട്ടാണ് വിശ്വാസികളെല്ലാം ഇരിക്കുന്നത്. ഈ ജുമയിൽ തന്നെയുള്ള പ്രത്യേകത പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ യുദ്ധത്തിന് സഹായം തേടിക്കൊണ്ടുള്ള നാസിരത്തിൻ്റെ കുനൂത്ത് എന്ന് പറയപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഖാദി സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും എല്ലാം നിർദ്ദേശപ്രകാരം നിശ്ചയിക്കപ്പെട്ട അന്ന് മുതൽ എല്ലാ വക്കത്തിലും ഇവിടെ നടന്നു വരികയാണ്. അത് മാത്രമല്ല, വിശുദ്ധമായ റമദാനിനെ വിട പറയുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് വിശ്വാസികളിലേക്ക് ഏറ്റവും അധികം അതിൻ്റെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള അള്ളാഹു എന്ന് പറയപ്പെടുന്ന ദയാലുവായ റബ്ബ് ഏറ്റവും അധികം പാപമോചനം നൽകാൻ ആഗ്രഹിക്കുന്നവരും അടിമകൾ പാപമോചനം തേടിക്കഴിഞ്ഞാൽ അതിന് ഉത്തരം നൽകുകയും ചെയ്യുന്നതാണ്. അതിന് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസത്തിലെ വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.